വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ കേരളത്തിനെതിരെ വാർത്തയുണ്ടാക്കാൻ കേന്ദ്ര സർക്കാർ ശാസ്ത്രജ്ഞരെയും ഗവേഷകരെയും സമീപിച്ചെന്ന് വെളിപ്പെടുത്തൽ. പ്രമുഖ ഇംഗ്ലീഷ് വാർത്താ പോർട്ടലായ ദി ന്യൂസ് മിനിറ്റാണ് ശാസ്ത്രജ്ഞരോടും ഗവേഷകരോടും പരിസ്ഥിതി വിഷയങ്ങൾ എഴുതുന്ന മുതിർന്ന മാധ്യമപ്രവർത്തകരോടും കേന്ദ്ര സർക്കാർ ഇക്കാര്യം ആവശ്യപ്പെട്ടെന്ന് റിപ്പോർട്ട് ചെയ്തത്. ലേഖനങ്ങളും വാർത്തകളും തയ്യാറാക്കാൻ ആവശ്യമായ വിവരങ്ങൾ പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ വിദഗ്ധർക്ക് അയച്ചു നൽകി. സംസ്ഥാന സർക്കാർ മാനദണ്ഡങ്ങൾ പാലിക്കാതെ പാറ ഖനനത്തിന് അനുമതി നൽകിയതാണ് വയനാട് ദുരന്തത്തിന് കാരണമെന്ന് ലേഖനങ്ങളിലൂടെയും വാർത്തകളിലൂടെയും സ്ഥാപിക്കണമെന്നായിരുന്നു ആവശ്യം. ഈ നിർദ്ദേശം പാലിച്ച് വാർത്തകളും ലേഖനങ്ങളും എഴുതാൻ തയ്യാറുള്ള വിദഗ്ധരുടെ വിവരങ്ങൾ ആവശ്യപ്പെട്ട് PIB സമീപിച്ചതായി 3 പേർ വെളിപ്പെടുത്തിയെന്നും റിപ്പോർട്ട് ചെയ്യുന്നു. പശ്ചിമഘട്ടത്തിലെ അനധികൃത പാറ ഖനനത്തെക്കുറിച്ച് നേരത്തെ വന്നിട്ടുള്ള വാർത്തകളുടെ ലിങ്കുകളും അനുബന്ധ വിവരങ്ങളും PIB തയ്യാറാക്കിയ രേഖയിലുണ്ട്. 7 ന്യൂസ് ലിങ്കുകളാണ് ഇപ്രകാരം നൽകിയത്. അതിലൊന്ന് ന്യൂസ് മിനിറ്റ് തന്നെ മുമ്പ് പ്രസിദ്ധീകരിച്ചതായും അവർ വെളിപ്പെടുത്തുന്നു. പശ്ചിമഘട്ടത്തിലെ ക്വാറികളുടെ എണ്ണം, ഖനനവും മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും തമ്മിലുള്ള ബന്ധം സംബന്ധിച്ച പഠനങ്ങൾ എന്നിവയെല്ലാം ഇതിലുണ്ട്. ഖനന നയത്തിലെ കേന്ദ്ര നിർദ്ദേശങ്ങൾ കേരളം അവഗണിച്ചു. 2018 പ്രളയത്തിന് ശേഷവും നിരവധി ക്വാറികൾക്ക് സംസ്ഥാനം അനുമതി കൊടുത്തു എന്നിങ്ങനെ ആരോപണങ്ങളും ഈ കുറിപ്പിൽ ഉടനീളമുണ്ട്. അനധികൃത പാറ ഖനനം തടയാൻ പിണറായി സർക്കാരിന് കഴിയാത്തതാണ് വയനാട് ദുരന്തത്തിന്റെ മുഖ്യ കാരണമെന്ന് സ്ഥാപിച്ചാകണം ലേഖനങ്ങൾ തയ്യാറാക്കേണ്ടതെന്നും ഈ കുറിപ്പിൽ നിർദ്ദേശമുണ്ട്. എന്നാൽ PIB ആണോ കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയം നേരിട്ടാണോ ഈ കുറിപ്പ് തയ്യാറാക്കിയതെന്ന് വ്യക്തമല്ല. ഇതിനായി PIB സമീപിച്ച ഒരു വിദഗ്ധൻ കേന്ദ്ര സർക്കാരിന്റെ ആവശ്യം നിരസിച്ചതായും ന്യൂസ് മിനിറ്റ് വെളിപ്പെടുത്തുന്നു. അനധികൃത പാറ ഖനനമാണ് ദുരന്തത്തിന്റെ യഥാർത്ഥ കാരണമെന്ന് കേന്ദ്രത്തിന് അത്ര ഉറപ്പുണ്ടെങ്കിൽ ആ വിവരം സർക്കാർ തന്നെ പറയണം. അല്ലാതെ കേരളത്തിനെതിരെ നിഴൽ യുദ്ധം നടത്തുകയല്ല വേണ്ടതെന്നായിരുന്നു വിദഗ്ധൻ നൽകിയ മറുപടി. ക്വാറികളാണ് ഇപ്പോഴുണ്ടായ ദുരന്തത്തിന് കാരണമെന്ന വാദത്തിന് നിലവിൽ ശാസ്ത്രീയ അടിത്തറ ഇല്ലെന്നായിരുന്നു മറ്റൊരാളുടെ മറുപടി. PIB സമീപിച്ച വിദഗ്ധരിൽ മിക്കവരും ഈ ഘട്ടത്തിൽ ഇത്തരമൊരു അഭിപ്രായം പറയാൻ തയ്യാറല്ല എന്ന മറുപടിയാണ് നൽകിയത്. വയനാട് ദുരന്തത്തിന് മുമ്പ് തന്നെ കേന്ദ്രം കേരളത്തിന് ജാഗ്രതാ മുന്നറിയിപ്പ് നൽകിയിരുന്നുവെന്ന് പാർലമെന്റിൽ അമിത്ഷാ പറഞ്ഞത് ഇതിനോട് ചേർത്ത് വായിക്കാം. കേന്ദ്രം പറഞ്ഞിട്ടും കേരളം അനുസരിച്ചില്ലെന്നായിരുന്നു അമിത്ഷാ പറഞ്ഞതിന്റെ ഉള്ളടക്കം. 23 जुलाई को केरल सरकार को अर्ली वार्निंग भारत सरकार की ओर से दी गई थी. 23 जुलाई को 7 दिन फिर 24 को गई, फिर 25 को गई. 26 तारीख को मान्यवर ये कहा गया कि 20 सेंटीमीटर से ज्यादा वर्षा होगी, भारी वर्षा होगी, लैंडस्लाइड होने की संभावना है, मड भी रस होकर आ सकता है और लोग इसके अंदर दबकर मर भी सकते हैं. അമിത്ഷായുടെ വാദം കേന്ദ്ര പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദ്ര യാദവിലൂടെ ആവർത്തിക്കപ്പെട്ടു. അതായത് കേരളത്തെ കുറ്റം പറയാൻ കേന്ദ്രം കാലേ കൂട്ടി പദ്ധതിയിട്ടിരുന്നുവെന്ന് വ്യക്തം. वायनाड में जिस प्रकार की घटना घटी है, विशेष रूप से जो वहाँ का सेंसिटिव एरिया था, वहाँ पर वहाँ की सरकार, वहाँ के पॉलिटिशियंस के द्वारा केरला में, चाहे कांग्रेस की सरकार रही हो चाहे कम्युनिस्ट पार्टी की सरकार, उन्होंने इलीगल ह्यूमन हैबिटेशन को बचाने का काम किया और जानबूझ करके इस डिज़ास्टर को खड़ा किया. बल्कि जो सेंसिटिव एरिया था, उस सेंसिटिव एरिया को भी उन्होंने ह्यूमन इलीगल हैबिटेट बनने से नहीं रोका. എന്നാൽ കേന്ദ്ര ഏജൻസികൾ നൽകിയ വിവിധ കാലാവസ്ഥാ പ്രവചനങ്ങളിൽ ജൂലൈ 23 മുതൽ 29 വരെ വയനാട്ടിൽ റെഡ് അലർട്ടുകളോ അതീവ ജാഗ്രതാ നിർദ്ദേശമോ ഇല്ലെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതികരിച്ചത്. ദുരന്തം സംഭവിച്ചതിനു ശേഷം പുലർച്ചെ 6 മണിക്കാണ് കേന്ദ്രം ആദ്യ റെഡ് അലർട്ട് നൽകിയതെന്നും വാർത്താ സമ്മേളനത്തിൽ പിണറായി വ്യക്തമാക്കിയിരുന്നു. ഇപ്പോൾ 48 മണിക്കൂറിനുള്ളിൽ 572 മില്ലിമീറ്റർ മഴയാണ് പെയ്തത്. അപ്പോൾ മുന്നറിയിപ്പ് നൽകിയതിലും എത്രയോ അധികമായിരുന്നു അത്. ദുരന്തം ഉണ്ടാകുന്നതിന് മുൻപ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു തവണ പോലും ആ പ്രദേശത്ത് റെഡ് അലേർട്ട് നൽകിയിട്ടുണ്ടായിരുന്നില്ല. അപകടം ഉണ്ടായതിന് ശേഷം രാവിലെ 6 മണിയോടുകൂടിയാണ് റെഡ് അലേർട്ട് ഈ പ്രദേശത്ത്
മുന്നറിയിപ്പായി നൽകുന്നത്. അമിത്ഷാ പാർലമെന്റിനെ തെറ്റിദ്ധരിപ്പിച്ചെന്നാരോപിച്ച് കോൺഗ്രസും ഇടതുപക്ഷവും അവകാശ ലംഘനത്തിന് നോട്ടീസ് നൽകിയതിന് പിന്നാലെയാണ് കേരളത്തിനെതിരെ കേന്ദ്ര സർക്കാർ നടത്തിയ അടുത്ത നീക്കത്തിന്റെ വിവരങ്ങൾ പുറത്തു വന്നിരിക്കുന്നത്. ICL Finco, the intelligent choice.